Hi students, very good morning. Good morning, sir. Guys, welcome to my another video on financial assets. As you know, a very important topic that come under module 1 under economics of capital market, your core course. Okay? And see the syllabi of module 1. You know the title of the module is financial assets. Okay? Can I go ahead with English language? Are you comfortable with my language? So it is better you use mixed language. Okay, well, okay. കഴിഞ്ഞ വീഡിയോസിലെ ആ സിലബസ് ഡിസ്കഷൻ നിങ്ങൾ കണ്ടിരുന്നോ? Yeah, of course. എങ്ങനെ ഉണ്ടായിരുന്നു? അതിൽ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. There are 4 modules. Okay. Let us start with the first topic that come under module 1. What is the title of module 1? Financial assets. Okay. Here, you know, from the slide you can see green box in which I have added around 3 topics. That is first one, financial assets. Then also Tangible and intangible assets. okay, and also properties of financial assets. Okay, very important topic. I think we can expect number of 2 mark, 5 mark or even essay questions. Okay, ഇനി അടുത്ത വീഡിയോസിൽ ഡെറ്റ് വേഴ്സസ് ഇക്വിറ്റി, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഇങ്ങനെയുള്ള ടോപ്പിക്കൊക്കെ നമ്മൾ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ്, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് and also properties of financial assets. Okay. ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത കൺസെപ്ച്വൽ ക്ലാരിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ഗെറ്റ് ദ കൺസെപ്റ്റ് ഇൻ എ ലൂസിഡ് വേ ഓർ തറോ മാനർ ദ ടോപ്പിക് ഈസ് വെരി വെരി ഈസി. ഓക്കെ, നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന പത്രങ്ങൾ വായിക്കുന്ന ഒരുപാട് ഏരിയാസാണ് നമ്മൾ ഇതിലൊക്കെ കാണാനുള്ളത്. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. What is an asset? Asset means നമുക്ക് റിട്ടേൺ കിട്ടുന്നത് എന്തും, റിട്ടേൺ കിട്ടുന്ന എല്ലാം. റിട്ടേൺ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇൻകം ഓർ ഈൽഡ്, വരുമാനം. വരുമാനം. ഓക്കെ, ദാറ്റ് ഈസ് ഐ തിങ്ക് എ ഗുഡ് ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ ഒരു അസറ്റ് വി ക്യാൻ സേ എനിത്തിങ് ദാറ്റ് അഷ്വർ യു സം റിട്ടേൺ ഓർ ഇൻകം. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാനൊരു കോക്കനട്ട് ട്രീ പ്ലാന്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു മാവ് പ്ലാന്റ് ചെയ്യാണ്. Suppose I am getting coconuts or fruits from that plant, then I simply say it is an asset. Okay, കാരണം എന്താണ്, എനിക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. അത് എനിക്ക് റിട്ടേൺ കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് there are number of difficulties ആണ് അതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അതെന്താണ്, ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ഓക്കെ, ബാധ്യത ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മുന്നിലുള്ള ടോപ്പിക്ക് ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ്. Let me ask a question. What does financial asset mean? Okay, we can say an asset that derives value because of a contractual claim is called financial asset. I will repeat. An asset that derives value because of a contractual claim is called financial asset. Okay, ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു കമ്പനീൻ്റെ ഷെയർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുക, ഓഹരികൾ. ഓക്കെ, ഷെയർസ്. ഞാനൊരു കമ്പനീൻ്റെ ഷെയർ വാങ്ങുകയാണ്. ഷെയർ വാങ്ങുമ്പോൾ ഞാൻ ആ കമ്പനിയിൽ എന്ത് ചെയ്യുന്നു, എൻ്റെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു കമ്പനി ഷെയർ സർട്ടിഫിക്കറ്റ് തരണം, ഒരു കോൺട്രാക്ച്വൽ ക്ലെയിം. കമ്പനിയുടെ ലാഭത്തിൻ്റെ വിഹിതം, അഥവാ അതിന് വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്. ഷെയർ ഹോൾഡറിന് കിട്ടുന്ന റിട്ടേൺ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്. അത് ബോണ്ടോ അല്ലെങ്കിൽ ഡിബഞ്ചർ കടപ്പത്രമാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിന് നമ്മൾ വിളിക്കുക റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ഉദാഹരണവുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക എന്താണ്, an asset that derives value or income or return or yield. Why? Because of a contractual claim is called financial asset. Okay. Unlike land and property. Land, property അല്ലെങ്കിൽ ഗോൾഡ്, സിൽവർ ഒക്കെ ആണ് എന്താ, ഫിസിക്കൽ അസറ്റാണ്. ഓക്കെ, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണ് ഫിസിക്കൽ അസറ്റ്. ഓക്കെ, അതും എന്താണ്, അസറ്റാണ്. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്, ഫൈനാൻഷ്യൽ അസറ്റാണ്. ഓക്കെ, അൺലൈക്ക് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി വിച്ച് ആർ ടാഞ്ചിബിൾ. ടാഞ്ചിബിൾ പറഞ്ഞാൽ വിസിബിൾ ആണ്, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് സ്പഷ്ടമായതാണ്. ടാഞ്ചിബിൾ
physical assets ആണ്. But financial assets do not necessarily have physical worth or physical existence. Okay. Or we can simply say financial assets are non-physical assets. That is the key word. Please underline. Non-physical assets, those can be readily converted into cash, like bank balance, shares, short-term investments, treasury bills, commercial papers, bill receivables, etc. ഓക്കെ, ബോണ്ട് ആവാം, ഡിബഞ്ചർ ആവാം, അത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതൊക്കെ വരുന്നത് എന്താണ്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. സംഭവങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. എ പേഴ്സൺ എ ബൈസ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് ദീസ് ഷെയർസ് ആർ ഫൈനാൻഷ്യൽ അസറ്റ്സ് സിൻസ് ദേ ഏൺ ഇൻകം ഇൻ ഫ്യൂച്ചർ. ഇപ്പം നിങ്ങൾ ഒരു കമ്പനീൻ്റെ ഷെയർ വാങ്ങി, ആ ഷെയർ നമ്മൾ എന്താ വിളിക്കുക? ഫൈനാൻഷ്യൽ അസറ്റ്. കാരണം എന്താ? ഫ്യൂച്ചറിൽ കമ്പനിയുടെ ലാഭത്തിനനുസരിച്ച് ഒരു വിഹിതം നിങ്ങൾക്ക് എന്താണ്? റിട്ടേൺ കിട്ടും. അറിയോ? ഓക്കെ. പക്ഷെ നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് ഗോൾഡോ സിൽവറോ ലാൻഡോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതിനെന്താ വിളിക്കുക? ഫിസിക്കൽ അസറ്റ്സ്. എന്താ വിളിക്കുക? ഫിസിക്കൽ അസറ്റ്സ്. ഓക്കെ. നൗ ഇപ്പം ഞാൻ ഷെയർസിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഒരു കമ്പനീൻ്റെ ഷെയർസൊക്കെ നമ്മൾ ചെയ്യാണ്. ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന റിട്ടേൺ എന്താ വിളിക്കുക? ഡിവിഡൻഡ്. എന്താ വിളിക്കുക? ഡിവിഡൻഡ്. ഓക്കെ. ഇനി നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ നോക്കാം. ഒരു ഫൈനാൻഷ്യൽ അസറ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ദാറ്റ് ഗിവൺ ബൈ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് ആ ഡെഫിനിഷൻ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. An asset is a resource controlled by the enterprise as a result of past events and from which future economic benefits are expected to flow to the enterprise. Okay, an asset is a resource. വിഭവമാണ്, റിസോഴ്സ് ആണ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് മാനേജ്ഡ് ഓർ കൺട്രോൾഡ് ബൈ ദ എൻ്റർപ്രൈസ് ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ്. ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്, ആ കമ്പനിയിലുള്ള അസറ്റാണ്, അതുമായി ബന്ധപ്പെട്ട് എൻ്റർപ്രൈസ് മാനേജ് ചെയ്യുന്ന വിഭവങ്ങളാണ്. And from which future economic benefits are expected. Future economic benefits, that means the company can expand their business, the company can modernize their activities, they can enhance economic activities that may provide employment opportunities. There are a number of benefits that we are expecting from that investment. Okay, ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസിനെ ബൂസ്റ്റ് ചെയ്യാൻ, നമുക്ക് റിട്ടേൺ ഉറപ്പ് നൽകുക, നമുക്ക് ഈൽഡ് കിട്ടുക, അതുമായി ബന്ധപ്പെട്ട അസറ്റിനെ ആണ് അല്ലെങ്കിൽ അസറ്റിനാണ് എന്ത്? ഫൈനാൻഷ്യൽ അസറ്റ്. അത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കുന്നു? ഫിസിക്കൽ അസറ്റ് എന്ന് വിളിക്കുന്നു. ധനകാര്യ മേഖലയിലുള്ള ഷെയർ, ബോണ്ട്, ഡിബഞ്ചർ ഒക്കെ ആണെങ്കിൽ അതിനെന്ത് വിളിക്കുന്നു? ഫൈനാൻഷ്യൽ അസറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നൗ വി ക്യാൻ സീ some types of financial assets. Some types of financial assets you can see from the slide: certificate of deposit, bonds, stocks, cash or cash equivalent, derivatives, bank deposits, loans and receivables. So what are the money market instruments in this slide? Okay, very good questions. ഇപ്പോൾ ഇതിൽ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് മിക്സ് ചെയ്ത് കൊടുത്തേക്കാണ്. മിക്സ് ചെയ്ത് പറഞ്ഞാൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, വി നോ ദാറ്റ് മണി മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ്. ഹ്രസ്വകാലത്തേക്ക് വായ്പ കൊടുക്കുക, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക, റിട്ടേൺ ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണെന്ത്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ലോങ് ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹ്രസ്വകാലത്തേക്ക് വരുന്ന ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ്സ്, ഫൈനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. അതേപോലെ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ട്രഷറി ബിൽ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് സോ ഓൺ. ഓക്കെ, കൊമേഴ്ഷ്യൽ പേപ്പർ ലൈക്ക് ദാറ്റ്. ഇതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് വരുന്നതാണ് ബോണ്ടുകൾ, ബോണ്ട്സ്, സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഷെയർസ് ആണ്. ഓക്കെ, ഡിബഞ്ചേഴ്സ് ഒക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇവിടെ ഫൈനാൻഷ്യൽ അസറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മണി മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അസറ്റ്സ് ഉണ്ട് ഓർ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. സിമിലർലി യു ക്യാൻ സി ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് financial assets or financial instruments. Now, financial assets are usually more liquid than other tangible assets.
such as commodities or real estate, and may be traded on financial markets. Okay, financial assets in a special feature ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? It commands more liquidity. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ട്രഷറി ബില്ലോ ഷെയർസോ ബോണ്ട് ഉണ്ടെങ്കിൽ you can sell it. You can convert that instrument into cash very easily. That is the meaning of liquidity. Yeah. Liquidity എന്ന് പറഞ്ഞാൽ easiness of anything in which you can convert it into cash, and thereby you can purchase goods and services, or you can settle your liabilities or obligations. Okay, ഇപ്പം ഞാൻ ചോദിക്കുകയാണ് 100% ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസറ്റ് ഏതാ? ക്യാഷ് ആണ്. ക്യാഷ് നമുക്ക് എന്താണ് 100% ലിക്വിഡ് അസറ്റ്സ് ആണ്. അപ്പോൾ ഫൈനാൻഷ്യൽ അസറ്റ്സിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് മോർ ലിക്വിഡ്. നിങ്ങളുടെ കയ്യിൽ ഭൂമിയോ കെട്ടിടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ക്യാഷ് ആക്കാൻ ഇറ്റ് വിൽ ടേക്ക് സം ടൈം, നമ്പർ ഓഫ് ഫോർമാലിറ്റീസ് ആർ ദെയർ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു കൊമേഴ്ഷ്യൽ പേപ്പറോ ട്രഷറി ബില്ലൊക്കെ ആണെങ്കിൽ അത് ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ്. ദാറ്റ് ക്യാൻ ബി വെരി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ദാറ്റ് ഈസ് വൈ ഫൈനാൻഷ്യൽ അസറ്റ്സ് ആർ മോർ ലിക്വിഡ് ദാൻ physical assets. Okay, now we can move to another area in which you can see tangible assets, or it is also known as physical assets. Yeah, physical assets. Okay, tangible assets are physical assets. That is the key word. Tangible assets are Physical assets. Yeah, physical assets such as land, vehicles, equipment, machinery, furniture, inventory, stock, bonds and cash. ഓക്കെ, അപ്പോൾ ഇവിടെ ടാഞ്ചിബിൾ ആയിട്ട് തന്നെ ഫൈനാൻഷ്യൽ അസറ്റ്സിനെ ചിലവർ ഉൾപ്പെടുത്താറുണ്ട്. ബട്ട് യു ക്യാൻ സിംപ്ലി അണ്ടർസ്റ്റാൻഡ് ലാൻഡ്, എക്യുപ്മെൻറ്റ്, മെഷീനറി ഒക്കെ നമുക്ക് കാര്യമായിട്ട് എന്ത് പറയാൻ പറ്റും? ടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് പറയാം. ഹിയർ അസറ്റ്സ് ദാറ്റ് ഹാവ് എ physical form, that is the keyword. In this topic we needed to discuss, there are two types of tangible assets. What are they? Current and fixed. Yeah, current tangible assets as well as fixed tangible assets. Current assets are inventory or items a company turns into cash usually by the end of the year. These assets can be used as liquidation to save a company from debt problems or as financial aid. ഇവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ എത്രയേ ഉള്ളൂ, കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേമിലാണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? ക്യാഷ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അതുപോലെ കമ്പനിയൊക്കെ പെട്ടെന്ന് വലിയ കടബാധ്യതയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എയ്ഡൊക്കെ കൊടുക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ യൂസ് ഇറ്റ് വെരി ഈസിലി. ഓക്കെ, പക്ഷേ ഫിക്സഡ് അസറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? ആർ ഫിസിക്കൽ ഐറ്റംസ് ദാറ്റ് വിൽ നോട്ട് ബി സോൾഡ് അറ്റ് എനി പോയിന്റ് ഇൻ ദ ബിസിനസ്. ആ ബിസിനസ് നടക്കുന്നിടത്തോളം കാലം പെട്ടെന്ന് എന്താ നമുക്ക് വിൽക്കാനോ ക്യാഷാക്കി മാറ്റാനൊന്നും പെട്ടെന്ന് കഴിയില്ല. ദീസ് അസറ്റ്സ് ഇൻക്ലൂഡ് മെഷീനറി, equipment, vehicles or land, and they are needed to run the business continually. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനം നിൽക്കാതെ തന്നെ അല്ലെങ്കിൽ നിർത്താതെ തന്നെ വൈൻഡപ്പ് ചെയ്യാതെ ഷട്ട് ഡൗൺ ചെയ്യാതെ തന്നെ കമ്പനിയെ റൺ ചെയ്തുകൊണ്ട് തന്നെ കമ്പനിയുടെ പല കാര്യങ്ങളും മീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം? കറണ്ട് അസറ്റ് ഉപയോഗിക്കാം. ഓക്കെ, അത് നമുക്ക് പെട്ടെന്ന് ലിക്വിഡ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ ഫിക്സഡ് അസറ്റ്സ് എന്താണ്? ഇപ്പോൾ പ്ലാന്റ്, കമ്പനീൻ്റെ വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ്, ആ മെഷീൻസൊക്കെ അങ്ങോട്ട് വിൽറ്റ് കാശാക്കാന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി ക്ലോസ് ചെയ്തെന്നല്ലേ. ഓക്കെ, അപ്പോൾ കമ്പനി പ്രവർത്തിക്കുന്നതിന് അനിവാര്യമായിട്ടുള്ള അസറ്റ്സ് ആണെന്ത്? ഫിക്സഡ് അസറ്റ്സ്. അത് കമ്പനി എത്രത്തോളം നിലനിൽക്കുന്നുണ്ടോ അത്രത്തോളം സമയം അതെന്താണ്? ഫിക്സഡ് അസറ്റ്സ് അവിടെ നിലനിർത്തിയേ പറ്റുള്ളൂ. ഓക്കെ, ബട്ട് കറണ്ട് അസറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? കമ്പനി വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. റൈറ്റ്, നൗ അനദർ ടോപ്പിക് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്, വിസിബിൾ ആണ്, നമുക്ക് ടച്ച് ചെയ്യാൻ ഫീൽ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്താണ്? ഇൻവിസിബിൾ ആണ്. ഓക്കെ, സ്പഷ്ടമായതല്ല. ഓക്കെ, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ നോൺ ഫിസിക്കൽ. ദാറ്റ് ഈസ് ദ കീവേഡ്. പ്ലീസ് അണ്ടർലൈൻ ദാറ്റ് ടേം. ഓക്കെ, വാട്ട് ഈസ് ദ കീവേഡ്? Intangible assets are non-physical. That is, some example we can see: patents, trademarks, franchises, goodwill, copyrights, reputation, etc. Okay, ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? No. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയണേ, എൻ്റെ കയ്യിൽ വാഹനമുണ്ട്, വണ്ടിയുണ്ട്, എനിക്ക് വീടുണ്ട്, അല്ലെങ്കിൽ കമ്പനി വലിയ ബിസിനസ് ഉണ്ട്, അതൊക്കെ എന്താണ്? ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. പക്ഷേ എനിക്ക് ഒരു കോപ്പി റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കോപ്പി റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്, ട്രേഡ് മാർക്ക് ഉണ്ട്. പക്ഷെ അത് നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ദാറ്റ് ഈസ് എ ഫാക്റ്റ്.
അത് കമ്പനീൻ്റെ പ്രവർത്തനത്തെ വളരെ മികച്ച രീതിയിലാക്കും, കമ്പനീൻ്റെ സെയിൽസ് കൂട്ടും, കമ്പനിക്ക് നല്ല ഹാൻസം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് സ്പർശിക്കാനോ നമുക്ക് കാണാനോ ഇൻവിസിബിൾ ആണ്, വിസിബിൾ അല്ല, അങ്ങനത്തെ പല അസറ്റ്സുകൾ വിളിക്കുന്ന പേരാണെന്ത്? Intangible assets. Okay, intangible assets are the long-term resources of an entity but have no physical existence. Yes, that is good. ഞാനൊരു എക്സാമ്പിൾ ചോദിക്കും. ഇപ്പം നിങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ട് ടൂത്ത് പേസ്റ്റ് എന്ന് ചോദിക്കാറുണ്ടോ? നിങ്ങൾ എന്താ ചോദിക്കാറ്? കോൾഗേറ്റ് ഉണ്ടോന്ന്. കാരണം എന്താ, നമ്മൾ ടൂത്ത് പേസ്റ്റ് എല്ലാം ചോദിക്കും. കാരണം എന്താ, അതിൻ്റെ ബ്രാൻഡ് നെയിം അത്രയും റെപ്യൂട്ടഡ് ആണ്. ആ റെപ്യൂട്ടേഷൻ, ആ ബ്രാൻഡ് നമുക്ക് എന്ത് വിളിക്കാം? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒരു കാര്യം മനസ്സിലാക്കുക. ടാഞ്ചിബിൾ അസറ്റ്സിൽ 2 പാർട്ട് പറഞ്ഞു, കറണ്ട് അസറ്റും പറഞ്ഞു, ഫിക്സ്ഡ് അസറ്റും പറഞ്ഞു. അതേപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻ ടു 2 broad categories. Okay, first one, limited life intangible assets such as patents, copyrights and so on. ലിമിറ്റഡ് ആണ്, നമുക്ക് ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അതെന്താണ് ഉപയോഗിക്കാൻ പറ്റും. ചിലപ്പോൾ പാറ്റൻറ്റ് ഫോർ 10 years, അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എത്ര വർഷത്തേക്കാണ് തരുന്നത്? 10 വർഷത്തേക്ക്. ഒരു പ്രോഡക്റ്റ് അത് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾ ഇൻവെൻറ്റ് ചെയ്തതാണ്, അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നിങ്ങൾ കണ്ടെത്തിയതാണ്. ഓക്കെ, പാറ്റൻറ്റ് ഫോർ 10 years, അത് ലിമിറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അതേപോലെ കോപ്പിറൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ അൺലിമിറ്റഡ് ലൈഫ് ടാഞ്ചിബിൾസ് ഉണ്ട്, ട്രേഡ് മാർക്സ്, നല്ല റെപ്യൂട്ടേഷന്. ഓക്കെ, അതൊക്കെ എന്താണ്? ലൈഫ് ടൈം അൺലിമിറ്റഡ് ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ നമുക്ക് പറയാൻ പറ്റും കമ്പനീസ് ലൈക്ക് ടാറ്റ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ഹൈലി റെപ്യൂട്ടഡ് ആണ്, അതിൻ്റെ ഒരു ബ്രാൻഡ് നമുക്ക്. അതുപോലെ മെക്ഡൊണാൾഡ്സ്, അതുപോലെ ചെവർലൈറ്റ് കാറുകൾ, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? They are very able to make incredible profits in large part because they are rich in intangible assets such as reputation, trademark, brand, etc. Yeah, that is very important. Okay, അപ്പം ഒരു കമ്പനിയുടെ പെർഫോമൻസിന് ടാഞ്ചിബിൾ അസറ്റ്സ് മാത്രമല്ല, എന്നും വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എനിക്കൊന്ന് ടാഞ്ചിബിൾ അസറ്റ്സ് വലിയ നാച്ചുറൽ കലാമിറ്റീസോ വലിയ ഇപ്പം എർത്ത് ക്യോക്സോ ടൈക്കൂൺസോ ഫയറൊക്കെ വരികയാണെങ്കിൽ ലോസ് ആവും അല്ലേ, നഷ്ടപ്പെട്ടു, കമ്പനിയും കാര്യങ്ങളൊക്കെ പോകും. പക്ഷേ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എപ്പോഴും അവിടെ ഉണ്ടാവും. കാരണം എന്താ, അത് ഇൻവിസിബിൾ ആണ്, കമ്പനീൻ്റെ പ്രവർത്തനത്തെ വളരെ മികച്ച രീതിയിൽ നിർണ്ണയിക്കുന്നതിൽ അത് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ ഏതൊക്കെ വരുന്നത്? Brands, knowledge, trademarks, patents and goodwill. Okay, very good. Okay, please note that points. Okay, now I would like to brief up the points. Tangible assets include fixed and current assets that we have discussed. While intangible assets cannot be touched or felt. It is not not felt, invisible. But invisible, but a company derives long term value from them. Okay, now you can see the slide in which tangible assets on the left side and intangible assets on the right side. I am focusing this topic because we can expect a 5-mark question from this topic. It is very very important for university examinations. Okay, what are the tangible assets? It's equipment, machinery, buildings, vehicles, stock, land and cash. And what is the keyword? They can touch it. We can touch it. We can touch it. It is visible. It is physical existence. What about intangible assets? Intangible assets are trademarks, franchises, copyrights, licenses, goodwill, patents, brands, etc. What is the keyword here? You must retain in your mind. They are invisible. Invisible, and we can't touch it. We can't touch it. Okay, now we are going to discuss another very very interesting topic. Properties of financial assets. What are the major characteristics of financial assets? I would like to add 12 points here. 12 important points. Definitely you can expect a long essay. Be very cautious and very vigilant in this area. Properties of financial assets. We have discussed the meaning of financial assets, types of financial assets and so on. Okay, here the properties like first one, moneyness. Second one, divisibility and denomination. Moneyness means you can easily convert the financial assets into cash. There is liquidity. You can convert it.
ഓക്കെ. ആൻഡ് ഡിവിസിബിലിറ്റി ആൻഡ് ഡിനോമിനേഷൻ. ഇപ്പോൾ ഷെയർസ് ഡിബഞ്ചേഴ്സൊക്കെ ഇഷ്യൂ ചെയ്യുന്ന പർട്ടിക്കുലർ ഡിനോമിനേഷൻ ഉണ്ടാവും. 100 rupees ഷെയർ. അതേപോലെ ബോണ്ടിൻ്റെ അതിൻ്റെ ഫേസ് വാല്യൂ ഉണ്ടാവും. അതിൻ്റെ ബന്ധപ്പെട്ട yield റിട്ടേൺസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഇറ്റ് ഈസ് ഡിവിസിബിൾ ഇൻ നാച്ചർ. ഓക്കെ. ദെൻ തേർഡ് വൺ റിവേഴ്സിബിലിറ്റി. And fourth one, cash flow. We can expect a yield or return. And also term to maturity. And another, properties is term to maturity. നമ്മൾ നേരത്തെ പറഞ്ഞു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞു, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞു. That classification is based on the maturity of the instrument. If you just invest in treasury bill, for example, 91 days treasury bill. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രമാണ്, ഷോർട്ട് ടേമിലുള്ള ഇൻസ്ട്രുമെൻ്റാണ്. 91 days, after 91 days you will get your principal amount plus return. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഞാൻ ബാങ്കിങ് 1 ബന്ധപ്പെട്ട് പ്രീവിയസ് വീഡിയോസും നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ വാച്ച് ദ പ്രീവിയസ് വീഡിയോസ്. ദാറ്റ് ഈസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇവിടെ ഹ്രസ്വകാലത്തേക്ക് 1 വർഷത്തിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സെറ്റിൽമെൻറ്റ് പീരീഡ്, മെച്യൂരിറ്റി പീരീഡ് എങ്കിൽ അതിനെന്ത് വിളിക്കുന്നു? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ചിലത് 6 months ഉണ്ട്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ട്, ചിലത് 1 year ഉണ്ട്. അപ്പോൾ മണി മാർക്കറ്റാണ് 1 day to 1 year ആണ്. ദാറ്റ് ഈസ് ദ മെച്യൂരിറ്റി പീരീഡ്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻ എക്സസ് ഓഫ് 1 year. സെറ്റിൽമെൻറ്റ് പീരീഡ് മേ ബി 5 years or 10 years. ബോണ്ട്, ഡിബഞ്ചർ, ഡേറ്റഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ ദെയർ. അപ്പോൾ അവിടുത്തെ ക്ലാസിഫിക്കേഷൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെച്യൂരിറ്റി. സോ അനദർ പ്രോപ്പർട്ടി ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് ദ അസറ്റ്സ് ഹാവിങ് ദെയർ ഓൺ മെച്യൂരിറ്റി. ഇറ്റ് ഈസ് പ്രീ ഡിറ്റർമിൻഡ് ആൻഡ് റിട്ടേൺ ഈസ് ദെയർ ആൻഡ് സോ ഓൺ. ഓക്കെ, നൗ കൺവേർട്ടബിലിറ്റി. You can convert. Suppose convertible bond. In the initial stage, you purchased a bond, but after some years you can convert into shares. It is maybe partly convertible, and there are a number of things are there. Currency. ഇപ്പോൾ അമേരിക്കൻ്റെ കറൻസി ഏതാണ്? ഡോളറാണ് അല്ലേ? അമേരിക്കൻ ഡോളറാണ്. അതേപോലെ ജപ്പാൻ്റെ കറൻസി നമുക്ക് പറയാം യെന്നാണ്. ചൈനയിലാണെങ്കിൽ അത് യുവാനാണ്. റൺമിംബി എന്ന് വിളിക്കാറുണ്ട്, റൺമിംബി. ഓക്കെ, അത് പിന്നെ റഷ്യയിലാണെങ്കിൽ റൂബിളാണ്. യൂറോപ്യൻ യൂണിയനിലാണെങ്കിൽ നമുക്കറിയാം യൂറോ ആണ്. ദർ ആർ നമ്പർ ഓഫ് തിങ്സ് ആർ ദയർ. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് ഓൾസോ ഡിനോമിനേറ്റഡ് ഇൻ കറൻസീസ്. ചിലപ്പോൾ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട് അത് റുപ്പിയിലാണ് ഡിനോമിനേറ്റ് ചെയ്യുക. പക്ഷേ ചില കറൻസീസ് നമ്മൾ ഔട്ട്സൈഡ് ദ കൺട്രി യൂറോ ഇഷ്യൂ ഒക്കെ ഉണ്ട്, അതൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും? ഫോറിൻ കറൻസീസിലായിരിക്കും ഉണ്ടായിരിക്കും. ദെൻ ലിക്വിഡിറ്റി ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്. ആൻഡ് ഓൾസോ റിട്ടേൺ പ്രൊഡക്റ്റബിലിറ്റി. വി ക്യാൻ എൻഷുർ സം റിട്ടേൺ, സം yield. That may be some changes, but we can anticipate a particular return by analyzing the history of the company and the market trend, macroeconomic aspects and microeconomic aspects, and there are a number of things are there, and also some complexity also there. And last one, tax status. If you invest in particular financial assets, it is free from taxes. അപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ അസറ്റ്സിൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ക്യാപിറ്റൽ ഗെയിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ ഞാനൊരു എക്സാമ്പിൾ പറയും. ഇപ്പോൾ ഒരു ഷെയർ ഓഹരി, ഞാനൊരു കമ്പനീൻ്റെ ഓഹരി വാങ്ങി. ആ ഷെയറിന് 100 രൂപയാണ്. ഓക്കെ, ആ ഷെയറിൽ നിന്ന് എനിക്ക് വർഷം 25 രൂപ റിട്ടേൺ കിട്ടുന്നെന്ന് വിചാരിക്കുക. ആ ഷെയറിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്താണ്? അത് എനിക്ക് ഡിവിഡൻ്റാണ്. That is my income, because I have invested my income in that share. So I am receiving dividend. അതിന് വിളിക്കുന്ന പേരാണ് റിട്ടേൺ ഫ്രം ഷെയർ. ആ റിട്ടേൺ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്. ഓക്കെ, അത് ബോണ്ടിൻ്റെ റിട്ടേൺ ആണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്നതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി ഞാൻ ആ ഷെയർ ഒരു വർഷത്തിൻ്റെ മുമ്പ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വിറ്റു. 100 രൂപേൻ്റെ ഷെയർ ഞാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഞാൻ BSEയിൽ കൊണ്ടുപോയിട്ട് വിറ്റു. എനിക്ക് വിറ്റപ്പം 150 രൂപ കിട്ടി. ഞാൻ വാങ്ങിയപ്പോൾ ഷെയറിന് എത്ര ആയിരുന്നു? 100 രൂപ. ഞാൻ എത്ര രൂപക്കാണ് വിറ്റത്? 150. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാപിറ്റൽ ഗെയിൻ. എൻ്റെ ഗെയിൻ എത്രയാണ്? 50 രൂപ. ഓക്കെ, അത് ഞാൻ ഷെയർ എത്ര ഹോൾഡ് ചെയ്തത്? ഒരു വർഷത്തിന് മുകളിൽ ഹോൾഡ് ചെയ്തോ? ഇല്ല, 6 മാസമാണ് ഹോൾഡ് ചെയ്തത്, ലെസ് ദാൻ 1 year. അതിന് വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അത് ഇന്ത്യയിൽ നമ്മൾ ടാക്സബിൾ ആണ്. ഞാൻ 1 വർഷമോ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഷെയർ വിറ്റിട്ട് ഈ ലാഭം എനിക്ക് ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ.
ഓക്കെ, അതിപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ബഡ്ജറ്റിലൊക്കെ അതും ടാക്സബിൾ ആക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ അതെന്താണ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ടാക്സസ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇത് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മാറ്റർ അല്ല. നിങ്ങൾ ഷെയർ വാങ്ങി അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്ട്രുമെൻ്റ് കയ്യിൽ വെക്കുന്നത് ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ്. കാരണം 8 മാസം 9 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ അതെന്താണ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനാണ്. ഒരു വർഷത്തിൻ്റെ മുകളിൽ നിങ്ങൾ കൈവശം വെച്ചിട്ട് വിൽക്കുകയാണെങ്കിൽ അതെന്താണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ വേറെ ഫിസിക്കൽ അസറ്റ്സിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാനൊരു ലാൻഡ് വാങ്ങി, പ്രോപ്പർട്ടി വാങ്ങി, 1 ഏക്കർ സ്ഥലമുണ്ട്. ഞാൻ 10 ലക്ഷം രൂപക്കാണ് വാങ്ങിയത്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ലാൻഡ്? 10 lakhs ടോട്ടൽ. പക്ഷേ എനിക്ക് ആ ലാൻഡിൽ നിന്ന് കോക്കനട്ട് കിട്ടുന്നുണ്ട്, വേറെ ഒരുപാട് ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്, പല ഇൻകം എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനത് പാട്ടത്തിന് വേറെ ആൾക്ക് കൊടുത്തു, റെൻറ്റിന് കൊടുത്തു. അതൊക്കെ എൻ്റെ എന്താണ്, റിട്ടേൺ ഫ്രം മൈ പ്രോപ്പർട്ടിയാണ്. ഏതുപോലെ? ഷെയർ ഹോൾഡറിന് ഡിവിഡൻഡ് കിട്ടിയ പോലെ. ഞാൻ ആ 10 ലക്ഷത്തിൻ്റെ പ്രോപ്പർട്ടി ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാനത് 15 ലക്ഷം രൂപക്ക് വിറ്റു. അതിന് ഞാൻ എന്താ വിളിക്കുക? ക്യാപിറ്റൽ അപ്രീസിയേഷനാണ്, ക്യാപിറ്റൽ ഗെയിനാണ്. 10 ലക്ഷത്തിന് പ്രോപ്പർട്ടി എനിക്ക് എത്രക്ക് വിൽക്കാൻ പറ്റി? 15 ലക്ഷം. ഏതുപോലെ? 100 രൂപേൻ്റെ ഷെയർ 150 രൂപക്ക് വിൽക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ വരുന്ന വീഡിയോസിൽ ഈ കൺസെപ്റ്റൊക്കെ വളരെ സിമ്പിളായിട്ട് ഉദാഹരണ സഹിതം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദെൻ ദ സബ്ജക്റ്റ് വിൽ ബി വെരി വെരി ഈസി ആൻഡ് സിമ്പിൾ ആൻഡ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം നല്ല രീതിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല താല്പര്യം വേണം. പുസ്തകങ്ങളൊക്കെ നമ്മൾ ഒത്തിരി വായിക്കണം. Yes, of course. Now, properties of financial assets. 12 assets ആണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഞാൻ വീണ്ടും ഒന്ന് ലിസ്റ്റ് ചെയ്യാണ്. Can you list out the properties of financial assets? Yeah, of course. They are moneyness, divisibility and denomination, reversibility, cash flow, term to maturity, convertibility, currency, liquidity, return predictability, complexity, tax status. ഓക്കെ, ഞാനിതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് 11 പ്രോപ്പർട്ടീസാണ്. ആ 11 പ്രോപ്പർട്ടീസ് വളരെ ഷോർട്ടായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ നിങ്ങൾക്കത് എസ്സെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയമാണ്. ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ്സ്. ഓക്കെ, യാ. നൗ we have discussed the first topic, financial assets, and we have discussed the symbol meaning plus a clear cut definition also we have discussed. After that financial assets and physical assets. After that we have tangible assets and intangible assets. Tangible assets current assets and fixed assets. Intangible assets limited tangible assets and unlimited tangible assets and so on. Okay, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. So next video topic ഏതല്ലേ? Okay, next video I would like to explain debt versus equity. It is based on our university syllabus. In the next video we will discuss debt versus equity, and my humble request is that you must refer to my book Economics of Capital Market, published by Calicut University. Yeah, already purchased it, sir. Yeah, okay, that is good, and it is very simple and we can follow it. That is, you can also refer to more books and you will get maximum information. Okay, anyhow, let us wind up and see you. Have a nice day. Thank you. Thank you, sir.